വയനാട് വൈത്തിരിയിൽ മൈതാനത്തിനായി 34 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ ഒരു യുവ സംരംഭകനുണ്ട്. പ്രദേശവാസിയായ ഉസ്മാൻ മദാരിയാണ് ദേശീയപാതയുടെ തൊട്ടടുത്തുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്തത്. യുവതലമുറ ലഹരിക്ക് അടിപ്പെടാതിരിക്കാൻ കായിക പരിശീലനം തന്നെയാണ് സാധ്യതയെന്ന് ഉസ്മാൻ മദാരി പറയുന്നു. വൈത്തിരി ഹണി മ്യൂസിയം ഉടമയായ ഉസ്മാൻ മദാരി ഒരു നാടിന്റെ തന്നെ സ്വപ്നത്തിന് നിറം പകരുകയാണ്. ദേശീയപാതയിൽ നിന്ന് 60 മീറ്റർ മാത്രം മാറി ഓൾഡ് വൈത്തിരി കൃഷിഭവനോട് ചേർന്ന് 2 ഘട്ടമായി 34 സെന്റ് സ്ഥലമാണ് വിട്ടു നൽകിയത്. അതും സൗജന്യമായി. ആദ്യം ഒരു ഈ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഒരു 20 സെന്റ് എൻ്റെ പേരിലുള്ള ഒരു 20 സെന്റ് അത് വിട്ടുകൊടുക്കുക. രണ്ടാമത് അത് പോരാന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത സ്ഥലം പിന്നെയും വാങ്ങിയിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. എനിക്കൊന്നും എൻ്റെ ചെറുപ്രായത്തിലൊന്നും അതേപോലെ എന്തൊക്കെ ബിസിനസ് തിരക്കിലായതുകൊണ്ടൊക്കെ കച്ചവടത്തിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ട് കളിക്കാനൊന്നും വല്ലാതെ പറ്റാത്ത, കൂടുതൽ കളിക്കാൻ പറ്റാത്തൊരു ആളാണ് ഞാൻ. അപ്പോൾ വരും തലമുറ കളിച്ചു വളരട്ടെ എന്ന് ഒരു വലിയ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. വൈകാതെ തന്നെ ഇവിടെ ഒരു സെവൻസ് ഫുട്ബോൾ മൈതാനം സജ്ജമാകും. ഉസ്മാൻ മദാരിയുടെ പിതാവ് കോയ മദാരിയുടെ ഓർമ്മയിൽ കൈമയി മറന്ന് നാട്ടുകാർ ഒരുക്കങ്ങൾ നടത്തിവരികയാണ്. ഈ ഒരു ഗ്രൗണ്ട് എന്നുള്ളത് ഒരു ചെറിയ കളിസ്ഥലത്തിനപ്പുറത്തേക്കായി വലിയൊരു സ്റ്റേഡിയം ആക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ട് കമ്മിറ്റി ഉസ്മാനുമായി ഒക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ഉസ്മാൻ ഒരു ആഗ്രഹം കൂടി ഉണ്ടായി. ഈ ഗ്രൗണ്ട് ഇപ്പോൾ ഏറ്റെടുത്ത് നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മദാരി കോഴയുടെ പേരിൽ ഈ ഗ്രൗണ്ടിന് നാമം നൽകണം എന്നുള്ളതാണ്. ഞങ്ങൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് അതിനെ സംബന്ധിച്ച് കണ്ടത്. ലഹരിക്കെതിരായ പോരാട്ടമാണ് ഈ മൈതാനം വഴി സാധ്യമാകുന്നതെന്ന് ഉസ്മാൻ മദാരി പറയുന്നുണ്ട്. ഒപ്പം ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരവും. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.